അപ്പോൾ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് രാവിലെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോകണം. അവൻ നമ്മുടെ നാട്ടിലുള്ളൊരു ഫ്രണ്ടാണ്. അവൻ്റെ പേര് ജിബിൻ എന്നാണ്. അപ്പം അവനെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകണം. അവൻ ചെന്നൈ വരെ പോയിരിക്കുമായിരുന്നു. അപ്പം ഇന്നവൻ തിരിച്ചു വരും. അപ്പം നമുക്ക് തിരുവല്ലായി പോയിട്ട് അവനെ പിക്ക് ചെയ്യാം. അപ്പം എൻ്റെ ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം ഇത് സ്റ്റാർട്ടാകുമോ നമുക്ക് ആദ്യം നോക്കാം. ഇതിന് ചെറിയൊരു കാർബറേറ്റർ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കയറ്റി വെച്ചേക്കായിരുന്നു. അപ്പം ഞാൻ വരുന്ന 2 ദിവസം മാത്രമേ ഈ വണ്ടി എടുക്കാറുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ സാധനം പെട്രോളൊക്കെ ഉണ്ട്, നോക്കട്ടെ. സ്റ്റാർട്ടാക്കി പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. സ്റ്റാർട്ടാകുമായിരിക്കും. പെട്രോൾ ഓഫായിരുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദിമേ ആകണേയും. യെസ്, അങ്ങനെ അവൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ വണ്ടി നമ്മളെ ചതിക്കാറില്ല കേട്ടോ. ഈ വണ്ടി അങ്ങനൊരു എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ഇവൻ ഓടും. അതാണ് ഇവൻ്റെ ഒരു ഗുണം. ഓക്കെ, നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകാം. അവൻ്റെ വീട് എൻ്റെ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. കുറച്ച് എന്ന് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലെത്തും. ഓക്കെ, നമ്മളങ്ങനെ അവൻ്റെ വണ്ടി എടുത്തു. നമ്മുടെ വണ്ടി ലോങ് ഓടുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പം പെട്രോൾ ലീക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ സ്കൂട്ടറുമായിട്ടാണ് നമ്മൾ അവനെ പിക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് പാടാണ്, എന്നാലും നമ്മൾ പോകുന്ന റൂട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കെങ്കിൽ ബാക്കി നോക്കാം. നമുക്കൊന്ന് ATM വരെ കയറാനുണ്ട്. ഇനി കുറച്ച് ദൂരം ചെന്നിട്ട് അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, നമ്മളങ്ങനെ ATMലെത്തി. ജസ്റ്റ് ഒന്ന് ATMൽ കയറിയിട്ട് നമുക്കിനി ബാക്കി നോക്കാം. അവൻ തിരുവല്ല സ്റ്റാൻഡിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കതുകൊണ്ട് സ്റ്റാൻഡിൽ ഞാൻ എത്തി. ഇവിടെ എത്തിയപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ അപ്പുറത്തെ സൈഡിലൊരു സ്റ്റാൻഡുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ ആയിരുന്ന സമയമായിരുന്നു. അപ്പം നമുക്ക് അവിടെയാണ് ആ വണ്ടി വരുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് അവനെ പിക്ക് ചെയ്യാം. എന്നാൽ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അങ്ങനെ A1 ട്രാവൽസിൽ എൻ്റെ ചങ്കെത്തിയിട്ടുണ്ട്. ഇതാണ് ജിബിൻ. ഇവനാണ് നമ്മുടെ നാട്ടിലെ മെയിൻ. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കൂടെയാണ് ഫുൾ ടൈം കറക്കവും. ഞങ്ങളാണ് ഒരുമിച്ച് നടക്കുന്നത് പോകുന്നത് എല്ലാം. അവൻ ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഫുൾ ഡേ അവൻ്റെ കൂടെയാണ്. അപ്പം ശനി ഞായറും ഞങ്ങളാണ് ഫുൾ കറക്കം ടീംസ്. അപ്പം നോക്കി വെച്ചോ, ഇതാണ് നമ്മുടെ ചെറുക്കൻ. അപ്പം എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് ഇവനെ ആക്കിയിട്ട് കുറച്ച് പരിപാടികൾ വേറെ ഉണ്ട്. അപ്പം ഇത് നമ്മുടെ JBയിലാണ്. അപ്പം അറിയാമായിരിക്കും ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക്. ഇപ്പം ഇതൊരു കൗതുകം കയറി നമ്മൾ മേടിച്ച സാധനമാണ് വീട്ടിൽ വെക്കാൻ. ഇതിൻ്റെ സൗണ്ട് കാരണം അധികം അങ്ങനെ എപ്പോഴും ഓണാക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പിടിച്ച് അലമ്പായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ഞാൻ മേടിച്ചപ്പം ഇതിൻ്റെ പുറത്തിട്ടിരുന്ന ഒരു കവറാണ് എൻ്റെ പുറത്ത് കിടന്നത്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഒന്ന് വൃത്തിയാക്കി വെക്കാം. അപ്പം നമുക്ക് കുറച്ച് വൃത്തിയുടെ അസുഖമുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് സാധനങ്ങൾ ഇരിക്കുന്ന കാണാനൊരു ഇഷ്ടമാണ്. അപ്പം പ്രത്യേകിച്ച് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ബോയ്സൊക്കെ കൂടുതലും എങ്ങനെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കഴുകിയില്ലെങ്കിലും അവരുടെ ബൈക്കും അവരിത് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളും ഒക്കെ വൃത്തിയായിട്ട് വയ്ക്കാൻ നോക്കാറുണ്ട്. അപ്പം അതിൽ പെടുന്നതാണ്, എൻ്റെ ഇൻട്രസ്റ്റിൽ പെടുന്ന കുറച്ച് സാധനമാണ് ഇതുപോലെ വണ്ടികൾ. പിന്നെ ഇതുപോലത്തെ മ്യൂസിക് റിലേറ്റഡ് കുറച്ച് സാധനങ്ങൾ, അതായത് സ്പീക്കർ, ഇങ്ങനെ പാട്ട് കേൾക്കണ എന്തും എനിക്ക് അതിനോട് പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് വൃത്തിയാക്കട്ടെ. നമ്മുടെ റൂമിലാണ് നമ്മളിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റൂമിൽ ഇത് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. അതായത് അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയുണ്ട് ഇതിൽ. നമുക്ക് ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ടിട്ടൊന്നും പാട്ട് വയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ് ഇതിൽ. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഇത് ശരിക്കും നമ്മുടെ കാറിലും ടൂറിസ്റ്റ് ബസ്സിലും ഒക്കെ ഇരിക്കുന്നൊരു സാധനമാണ്. അപ്പം എൻ്റെ ഒരു ഭ്രാന്ത് കാരണം ഞാനിത് വാങ്ങി വീട്ടിൽ വെച്ചതാണ്. അപ്പം ഇപ്പോൾ ഞാനൊരു +2 പഠിക്കുന്ന സമയത്താണ് ഇത് വാങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ബൈക്ക് എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ കുറച്ച് ക്യാഷിൻ്റെ കാര്യം കാരണം ഒന്ന് ഇതായി നിന്ന സമയത്ത് നമ്മളടുത്ത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങണോ അതോ വണ്ടി കുറച്ച് കഴിഞ്ഞ് വാങ്ങിയാൽ മതിയോ എന്ന് എടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഇത് വാങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് അച്ഛൻ വാങ്ങി തന്നതാണ് ഈ സാധനം ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വാങ്ങി. അപ്പം അന്ന് തൊട്ട് ഞാൻ പൊന്നുപോലെ നോക്കുന്ന സാധനമാണ്. ഇപ്പോഴും ഇത് പുതിയതുപോലെ തന്നെ ഇരിക്കണം. ഇതിനകത്ത് വേറെ പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇതെല്ലാം ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക്
ഇങ്ങനെയാണ്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് കൊണ്ടുപോയി നമ്മുടെ റൂമിൽ പ്രതിഷ്ഠിക്കണം. അപ്പം ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഇനിയും പൊക്കിക്കൊണ്ട് പോകുന്നതൊരു ടാസ്ക്കാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഇത് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളൊരു കുഞ്ഞ് സ്പീക്കറാട്ടോ. ഇതും അച്ഛൻ പണ്ട് ഗൾഫിലുള്ള സമയത്ത് കൊണ്ട് തന്നെ. ഇതാണ് ഇതിൻ്റെ ആമ്പ്. ഇതിലാണ് നമ്മളിത് കണക്ട് ചെയ്യണം. ഇത് നോർമലി നമുക്ക് അല്ലാണ്ട് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ആംപ്ലിഫയറിൻ്റെ ആവശ്യം വരും ഈ സാധനം സ്പീക്കറും ഇതുമായിട്ടെല്ലാം കണക്റ്റ് ആക്കാൻ വേണ്ടി. അപ്പം നമുക്കിതൊക്കെ ഒന്ന് പൊക്കിക്കൊണ്ട് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി വയ്ക്കാം. അപ്പം ഇതാണ് എൻ്റെ റൂം. ഇവിടെയാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്ന ഒരു സ്ഥലം. എൻ്റെ ചില്ലറ പില്ലറ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കുറേ ചെടിയുണ്ട്, കുറേ അതുണ്ട് ഇതുണ്ട്. റൂമിൻ്റെ വൃത്തിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പം വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വൃത്തിയാക്കാനൊന്നും പോകത്തില്ല, അത് വേറെ കാര്യം. ഇതെങ്ങനെ കിടക്കണോ അങ്ങനെ നിങ്ങൾ കാണണം. അപ്പം ഇതിൻ്റെ ഈ ടേബിളിൻ്റെ അടിയിലാണ് നമ്മളിത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സ്പീക്കറുണ്ട്, അതുകൂടെ എടുത്തിട്ട് വരാം. അപ്പം ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ വീഡിയോ ഇപ്പം എടുത്തു തന്നത് അമ്മയാണ്, അല്ലാണ്ട് ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഫൈനലി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വേറെ രക്ഷയൊന്നുമില്ല. നമ്മൾ മേളിൽ തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നുള്ളൊരു ടൈം ലാപ്സ് ഇട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ തന്നെ കുറച്ച് പാടുപെടും. നമുക്കിത് ആദ്യം ഇതിൻ്റെ ഇടയിൽ കയറ്റണം. എന്നിട്ട് വയറൊക്കെ നമുക്കിതിൻ്റെ പുറകിൽ നിന്ന് വലിച്ചെടുത്തിട്ട് വേണം ഈ സാധനം നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇനി നമുക്ക് വൈകിട്ടൊരു കൊല്ലം വരെ ഒരു ട്രിപ്പുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ജിബിൻ, നമുക്കപ്പം അവൻ്റെ കൂടെ അവൻ്റെ വൈഫിൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ട്. അപ്പം നമ്മൾ കൊല്ലത്ത് പോകും വൈകിട്ട്. അപ്പം ആ വീഡിയോയും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം നമ്മൾ പോകുന്നതിൻ്റെ. അപ്പം ഇത് ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യാനിരിക്കണത്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ പറ്റുന്നത്, നമ്മൾ വൈകിട്ട് പോകുന്ന കാര്യം ഒക്കെ. അല്ലാതൊരു അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതിൻ്റെ പാട്ടും സൗണ്ടും ഒക്കെ ഒന്ന് കേട്ടിട്ട് വേണം, കുറച്ച് സമയം ഇത് കേട്ടിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, അപ്പം ഏറെക്കുറെ പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനിയും നമുക്കൊന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്കിനി ഒന്ന് വെച്ച് നോക്കാം വർക്കാവുണ്ടോ എന്നറിയണമല്ലോ. അപ്പം സംഭവം വർക്കാണ്. ഈ ആമ്പിൻ്റെ സ്വിച്ചിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഇത് കേൾക്കാൻ കുറച്ച് പാടുപെടുന്നത്. ഓക്കെ, എന്തായാലും സാധനം വർക്കായിട്ടുണ്ട്. ഇതൊരു പ്രത്യേക സുഖമാണ്. ഇന്ന് നമുക്ക് എത്ര പേർക്ക് കണക്ട് ആവുന്നിടത്തില്ല. പാട്ട് കേട്ട് അമ്മ വന്ന് കേട്ടിട്ട് പോയതാണ് കേട്ടോ കണ്ടത്. അമ്മയ്ക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ് വീട്ടിൽ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സമാധാനമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പാട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കൊല്ലത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകണം. അവൻ വരും പിക്ക് ചെയ്യാൻ. അപ്പം അവനുമായിട്ട് നമുക്കപ്പം കൊല്ലത്തോട്ട് പോകാം. അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ എടുക്കാം. ഞങ്ങൾ ചെന്നപ്പം കുറച്ച് നൈറ്റായി, അതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിൻപിറ്റിയും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ കൊല്ലം. അവിടെ ഒരു എന്താ പറയുക, ഒരു ഐലൻഡ് പോലെ ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്. ഈ ബോട്ടിലൊക്കെ കയറി വേണം നമ്മൾ അപ്പുറത്തോട്ട് പോകാൻ. ഞാൻ കുറച്ച് പേടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെറിയ ബോട്ടിലൊക്കെ കയറി അപ്പുറത്തോട്ട് പോകണം. ഇതിങ്ങനെ നമ്മളിരിക്കുമ്പം കുലുങ്ങും. അവരുള്ള ആൾക്കാർ ഇതുമായിട്ട് ഭയങ്കര യൂസ്ഡായി, അവർക്ക് ഒരു പേടിയില്ല. ഞാൻ പേടിച്ച് വരച്ച കേട്ടോ ഇതിനകത്തിരുന്ന്. എനിക്ക് ഇപ്പം ഇതിനകത്ത് വീഴുമെന്ന് തോന്നി, അതുപോലെയായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ മുഖത്ത് ഒട്ടും പേടിയില്ലല്ലോ. അതാണ്. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓക്കെ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോഴായിരുന്നു ഞാൻ ശരിക്കും പേടിച്ചത്. നമുക്ക് ഇനി ഒരു ദിവസം ഇവിടെ നല്ല വെട്ടമുള്ള സമയത്ത് നമുക്ക് വരാം. അപ്പം നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ട് കേട്ട് പോകാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നല്ല സ്ഥലം കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്കൊരു ദിവസം ഇവിടുത്തെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ചെയ്യാം ഈ സ്ഥലത്ത്. നമ്മളിത് ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അത് പറയുകയും ചെയ്തു ഒരു ദിവസം ഇനി ഇവിടെ വരണമെന്നുള്ള. വേറെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളവിടെ ചെന്ന് ഫുഡ് കഴിഞ്ഞു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പം ബൈ ഗൈസ്, നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. നമ്മൾ കുറച്ച് വീഡിയോകൾ പുറകെ വരുന്നുണ്ട്, സസ്പെൻസാണ്. ഞാനപ്പം അത് വഴിയെ നിങ്ങളോട് അറിയിക്കാം. പിന്നെ നമ്മൾ രണ്ടും ഒരു പാട്ടൊക്കെ ഇട്ട്
അടിച്ചു പൊളിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കഴിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത്ര തന്നെ. ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. നമ്മളെ അടുത്ത ബ്ലോഗുമായി നമുക്ക് അടുത്ത ദിവസം.